ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ആണ് പൂരിക്കും നമ്മൾ കുഴച്ചെടുക്കുന്നത്. അത് ചെറിയ ചെറിയ ബോൾസാക്കി പരത്തിയെടുത്തിട്ട് പൂരി ഉണ്ടാക്കി. കിഴങ്ങ്, സവോള, പച്ചമുളക്, ക്യാരറ്റ് ഇത്രയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1½ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായി മൂത്തതിന് ശേഷം പച്ചക്കറികളെല്ലാം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് തിളപ്പിക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കാം.